ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്ന് രാത്രി നാടൻ ചിക്കൻ വയ്ക്കാൻ പോവാണ് കേട്ടോ. ഒരുപാട് നാളായിട്ട് പറയുന്നുണ്ട് നാടൻ ചിക്കൻ വാങ്ങിക്കണമെന്ന്. പക്ഷേ നാടൻ ചിക്കൻ കിട്ടാറില്ല കേട്ടോ. പോകുമ്പോൾ ഒക്കെ മറ്റേതാണ് കിട്ടുന്ന ബ്രോയിലർ. അപ്പോൾ നമ്മുടെ ഒത്തിരി ഇങ്ങനെ പിള്ളേർക്ക് കൊടുക്കുന്നതൊന്നും നല്ലതല്ലല്ലോ. അപ്പോൾ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി നാടൻ വാങ്ങിച്ചാൽ മതി, ബ്രോയിലർ വാങ്ങണ്ട എന്നൊക്കെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ പോകുമ്പോഴത്തേനും ഒന്നും നാടൻ കിട്ടില്ല. ഇപ്പോൾ യാദൃച്ഛികമായിട്ട് ചേട്ടൻ പോയപ്പോൾ നാടൻ ചിക്കൻ കിട്ടി കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. പക്ഷേ കഴിച്ചിട്ടുണ്ട്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. പക്ഷേ വയ്ക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് കുഞ്ഞുള്ളിയാണ് ഞാൻ ആദ്യം ചേർക്കുന്നത്. കുഞ്ഞുള്ളി ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കൂടുതൽ ചേർക്കുമ്പോൾ അതിന് ടേസ്റ്റ് കൂടും കേട്ടോ. കുഞ്ഞുള്ളി ചേർത്തിട്ട് അതിൽ കൂടെ സവാളയും ചേർത്ത് ഒരു 3 സവാള ഞാൻ ചേർത്തു. സവാളയും ചേർത്ത് പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം വഴറ്റി അതൊന്ന് മൂത്ത് വരുന്നത് വരെ വഴറ്റിയതിന് ശേഷം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ചേർത്ത് പിന്നെയും വഴറ്റി കേട്ടോ. പിന്നെ നല്ലോണം മൂപ്പിക്കണം. നല്ലോണം മൂത്ത് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തേട്ടാ, എന്നാൽ പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലോണം വഴറ്റി വന്നപ്പോഴത്തേന് ഈ പരുവായി കേട്ടോ. നല്ലോണം മൂത്തതിൻ്റെ സവാളയും ഉള്ളിയും എല്ലാം കൂടെ നല്ലോണം മൂത്തേട്ടാ. നല്ലോണം മൂത്ത് വന്നു. അപ്പോൾ ഇതിലോട്ട് ഞാൻ തക്കാളിക്ക് ചേർത്ത് കൊടുത്തേട്ടാ. തക്കാളിക്കും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് പൊടികൾ ചേർക്കണം. പൊടികളായിട്ട് ഇവിടെ ചേർക്കുന്നത് 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. പിന്നെ സ്പെഷ്യലായിട്ട് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ പെരുംജീരകമൊക്കെ ചേർത്തിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇട്ട് നല്ലോണം മൂപ്പിച്ച് നമ്മൾ നല്ലോണം വഴറ്റി കൊടുക്കണം കേട്ടോ. നല്ലോണം വഴണ്ടിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെയും നല്ലോണം നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിലൊന്ന് പിടിക്കാനായിട്ട് നല്ലോണം ഇളക്കി ഇതൊന്ന് മൂത്ത് വരണം. ഈ പൊടി നമ്മൾ പച്ചക്കല്ലേ എല്ലാം അരച്ച് ചേർത്തിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇതിൽ സെറ്റായിട്ട് വരണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷവും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെള്ളം ആയിട്ട് ഒഴിച്ചതല്ല കേട്ടോ. ഈ അരപ്പ് ഒഴിച്ച് അരച്ച് ആ പാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു സ്പൂൺ വെള്ളത്തിൽ കഴുകിയിട്ട് അത് ഒഴിച്ച് കൊടുത്തു കേട്ടോ. നല്ലോണം വഴറ്റിയിട്ട് നമ്മൾ ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ കൂട്ട് ഈ ചിക്കനിൽ പിടിക്കണം കേട്ടോ. ഈ ഫ്ലേവർ എല്ലാം ഈ ചിക്കനിൽ പിടിക്കുന്നവരെ നമ്മൾ ചെറു തീയിൽ അടച്ച് വെച്ചൊന്ന് വേവിക്കണം. വേവിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ 2 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. 2 കപ്പ് വെള്ളം തീ കൂട്ടി വെച്ചിട്ട് തന്നെ നല്ലോണം തിളപ്പിക്കണം കേട്ടോ. ഇതിപ്പോൾ അടുപ്പിച്ചല്ല കേട്ടോ ചെയ്യുന്നത്. ഇതിന് സമയം കൊടുക്കണേ. നമ്മുടെ ഇത് കുക്കായിട്ട് വരണമെന്ന്. എന്നിട്ട് നമ്മൾ നല്ലോണം വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം നമ്മൾ അതിനെ അടച്ച് വെച്ച് ചെറു തീയിൽ അടച്ച് വെച്ച് നമ്മൾ വേവിക്കണം. എത്രത്തോളം വേവ് ആവശ്യമാണോ അത്രത്തോളം വേവിക്കണം. എനിക്കിവിടെ ഏകദേശം 1-1.5 മണിക്കൂർ എടുത്തോട്ടെ ഞാനിത് വെച്ചെടുക്കാൻ വേണ്ടി. അതാണ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടല്ലേ നമ്മൾ വയ്ക്കുന്നത്. അപ്പം ഈ കറിയിൽ കിടന്ന് ഇങ്ങനെ വെന്ത് കിട്ടുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അവസാന ഭാഗം വന്നപോലെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഞാൻ പറഞ്ഞില്ലേ കൂട്ടി വെച്ച് തിളപ്പിച്ചതിന് ശേഷം ചെറു തീയിൽ അടച്ച് വെച്ചിട്ട് ഇതിനെ വേവിക്കണം. പാകത്തിന് വേവിച്ചെടുക്കണം. അപ്പം വേവിച്ചെടുത്തപ്പോഴത്തേന് ഇതാക്കണ്ട എനിക്ക് ഈ പരുവായി കേട്ടോ. നല്ലതായിട്ട് കുറുക്കി കിട്ടി കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ പുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പുട്ടും ചിക്കനും ആണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ കോമ്പിനേഷൻ. പുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പുട്ടായി. അപ്പം പുട്ടിനെ ഞാനെടുത്ത് പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി വെച്ച് കേട്ടോ. കാണിച്ചു തരാം. ഇപ്പം നോക്കിക്കോയേ. കണ്ട ഈ പരുവായി. ഞാൻ ഒഴിച്ച വെള്ളം എല്ലാം വറ്റി ചിക്കനെല്ലാം വെന്ത് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല മണമായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ചിക്കൻ വെച്ചിട്ട് ഇത്ര ടേസ്റ്റായിട്ട് കിട്ടുന്നത്. ഞാൻ വിളിച്ച് പാളിപ്പോകുന്നു. ഫസ്റ്റ് ടൈമല്ലേ ഞാൻ വയ്ക്കുന്നത് നാടൻ ചിക്കൻ. പക്ഷെ ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. നല്ലോണം വെന്ത് നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.